എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു 4 മണി പലഹാരത്തിൻ്റെ റെസിപ്പി നോക്കാം. നമ്മളിത് അവൽ നനച്ചതാണ് ചെയ്തെടുക്കുന്നത്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ബിൻസീസ് കിച്ചൺ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ ഒരു അവൽ നനച്ചത് ചെയ്യാൻ വേണ്ടിയിട്ട് 2 കപ്പ് അവലെടുത്തിട്ടുണ്ട്. ഞാനിവിടെ വെള്ള കളറിലെ അവലാണ് എടുത്തിട്ടുള്ളത്. വെള്ളയോ ചുവന്നതോ നിങ്ങൾക്ക് എടുക്കാവുന്നതാണ്. ഇത് തിന്നായിട്ടുള്ള, അതായത് വളരെ കട്ടി കുറഞ്ഞിട്ടുള്ള അവലാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നനച്ചെടുക്കുന്നത് നോക്കാം. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഈ ഒരു അവൽ ഇട്ട് കൊടുക്കുക. ഇത് അഴുക്കൊന്നും ഇല്ലാത്ത നല്ല അവലാണ്. നിങ്ങളുടെ അവൽ കുറച്ച് അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കഴുകിയെടുക്കാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഇനി ഇതിലേക്ക് 1 കപ്പ് തേങ്ങാ ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് നമ്മൾ ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ശർക്കര ഒന്ന് ചീകി വെച്ചിട്ടുള്ളതാണ്. മധുരത്തിനനുസരിച്ചിട്ടാണ് നമുക്ക് ശർക്കര ചേർക്കേണ്ടത്. ശർക്കരയ്ക്ക് പകരം നിങ്ങൾക്ക് പഞ്ചസാര എടുക്കാവുന്നതാണ്. ഇനി നമ്മളിതിലേക്ക് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഏലക്ക പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. അപ്പോൾ ഈ ഒരു അവൽ നനച്ചത് നല്ല ടേസ്റ്റ് ആവണമെങ്കിൽ അത് നല്ല മയത്തിൽ നല്ല സോഫ്റ്റായിട്ടിരിക്കണം. അപ്പോൾ വെള്ളം ഒഴിച്ചിട്ട് നിങ്ങൾക്കിത് നനയ്ക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ ചെയ്യുന്ന പോലെ ചെയ്യാം. അപ്പോൾ ആദ്യം നമ്മളിത് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയിൽ കുറച്ച് ഈർപ്പം കാണും. ആ ഒരു ഇതിൽ നമ്മൾ നനച്ചെടുക്കാം. ഇനി നമ്മളിത് ഇളം ചൂട് പാൽ വെച്ചിട്ടാണ് ഇത് നനച്ചെടുക്കുന്നത്. പാൽ വെച്ചിട്ട് നനച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ നല്ലതായിട്ട് ഇഷ്ടമാവും. അപ്പോൾ നമ്മൾ ഈ ഒരു പാൽ കുറേശ്ശെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. സ്പൂണൊന്നും കൊണ്ട് മിക്സ് ചെയ്തത് കൈ വെച്ചിട്ട് തന്നെ വേണം ഈ ഒരു അവൽ നനച്ചത് തയ്യാറാക്കി എടുക്കാനായിട്ട്. അപ്പോൾ നമ്മളിത് ഈ ഒരു അവൽ നല്ല സോഫ്റ്റ് ആകുന്ന വരെ ഇതൊന്ന് നനച്ചെടുക്കാം. ഇനി നന്നായിട്ട് ഇപ്പോൾ നമ്മൾ നനച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവസാനം കുറച്ച് കോൺഫ്ലേക്സ് കൂടി ചേർക്കുന്നുണ്ട്. ഇതെനിക്ക് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയ ആണ് കോൺഫ്ലേക്സ് ഇടുക എന്നുള്ളത്. പക്ഷേ അടിപൊളിയാണ്. നിങ്ങളിതുവരെ ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇടയ്ക്ക് ആ ഒരു കോൺഫ്ലേക്സ് ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റിയാണ്. കുട്ടികൾക്ക് ഇങ്ങനെ കൊടുത്തു നോക്കിയപ്പോൾ നല്ല ഇഷ്ടമായി. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോൺഫ്ലേക്സ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവൽ നനയ്ക്കുമ്പോൾ ഒന്ന് ഇട്ട് നോക്കണം. അപ്പോൾ നല്ല സോഫ്റ്റായിട്ടുള്ള നല്ല മയമുള്ള ടേസ്റ്റി ആയിട്ടുള്ള അവൽ നനച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂട് കട്ടൻ്റെ കൂടെയും അതുപോലെ ചായയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ലൊരു വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഫീഡ്ബാക്സ് ഒക്കെ അറിയിക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്